നമസ്കാരം. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് വളരെ ലളിതമായ ഒരു കഥയാണ്. പക്ഷേ അതിലൊരു വലിയ പാഠമുണ്ട്. അതിജീവനത്തെക്കുറിച്ചും പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുന്നതെന്നും പറയുന്നൊരു കഥ. ഇതൊരു മൃഗത്തിൻ്റെ കഥയാണെന്ന് തോന്നാമെങ്കിലും നമുക്കെല്ലാവർക്കും ഇതിൽ നിന്നൊരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടന്നാലോ? നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു ഓട്ടപ്പാച്ചിലിലാണ്. ഒരു ജീവൻ മരണ പോരാട്ടം. ഒരു കാട്ടാട് അതിന്റെ ജീവനും കൊണ്ട് ഓടുകയാണ്. അതായത് കഥയുടെ തുടക്കം തന്നെ ഒരു വല്ലാത്ത സംഘർഷത്തിലാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വശത്ത് ജീവനു വേണ്ടിയുള്ള മരണപ്പാച്ചിൽ, മറുവശത്തോ ഇരയെ കിട്ടാനുള്ള ഒരു ആവേശം. ആ ഒരു സീനാണ് നമ്മുടെ മുന്നിൽ. അങ്ങനെ ഓടി ഓടി ഒടുവിലൊരാശ്വാസം. ആ ആടിനൊരു ഒളിയിടം കിട്ടി. ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ഒരു മുന്തിരിവള്ളി പടർപ്പ് ആ ഇലകൾക്കിടയിലേക്ക് കീറി ഒളിച്ചതോടെ അതൊരു രക്ഷാകവചം പോലെയായി. ആ നിമിഷം അതൊരു വെറും ചെടിയായിരുന്നില്ല, അല്ലേ? ഒരു ജീവൻ രക്ഷിച്ച അഭയകേന്ദ്രം തന്നെയായിരുന്നു അത്. പക്ഷേ ഈ സുരക്ഷിതത്വം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു മണ്ടത്തരം കാണിക്കും, അല്ലേ? ഇവിടെയാണ് കഥയുടെ ഗതി മാറാൻ പോകുന്നത്. ആ ആട് ഒരു വലിയ വിഡ്ഢിതം കാണിക്കാൻ പോകുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തു വലിയൊരു വിരോധാഭാസമാണിത്. ഏത് മുന്തിരിവള്ളിയാണോ അതിന് ജീവൻ തിരിച്ചുകൊടുത്തത്, അതിനെ തന്നെ വിശപ്പടക്കാൻ വേണ്ടി തിന്നു തുടങ്ങുന്നു. ചെറിയൊരു വിശപ്പ് മാറ്റാൻ വേണ്ടി തന്റെ നിലനിൽപ്പിന് കാരണമായ ആ അടിസ്ഥാനത്തെ തന്നെയാണ് ആ ആട് ഇല്ലാതാക്കാൻ തുടങ്ങിയത്. ഇവിടെയാണ് നമ്മൾ ആ മുന്തിരിവള്ളിയുടെ രണ്ട് റോളുകൾ കാണുന്നത്. ഒരു വശത്ത് അതൊരു ജീവൻ രക്ഷിക്കുന്ന കവചമാണ്. പക്ഷേ ആടിന്റെ കണ്ണിൽ മറുവശത്തെന്താണ്? വിശപ്പകറ്റാനുള്ള ഒരു ഭക്ഷണം മാത്രം. ആടിനൊരു ദീർഘവീക്ഷണവും ഇല്ലായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ? അപ്പോൾ ഈ വീഴ്ച എങ്ങനെയാണുണ്ടായത്? നമുക്ക് നോക്കാം. ആട് അതിന് എത്താവുന്ന ദൂരത്തിലുള്ള ഓരോ ഇലയും തിന്നാൻ തുടങ്ങി. ഓരോ ഇലയും ഇല്ലാതാവുമ്പോഴും അതിന്റെ ഒഴുത്താവളം ഇല്ലാതാവുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് അതിന്റെ രക്ഷാകവചത്തിൽ ഓരോ തുള വീഴ്ത്തുകയായിരുന്നു. ഓരോ നിമിഷവും അപകടം അടുത്തേക്ക് വരുന്നത് ആ പാവം ആട് അറിഞ്ഞതേയില്ല. നമ്മൾ എന്തു ചെയ്താലും അതിനൊരു ഫലമുണ്ടാകുമല്ലോ, അല്ലേ? ആടിന്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയായിരുന്നു. ആ ചെയ്ത വിഡ്ഢിത്തത്തിന്റെ ഫലം അതാണ് ഇനി വരാൻ പോകുന്നത്. കഥ അതിന്റെ ദുരന്തപൂർണമായ അവസാനത്തിലേക്ക് നീങ്ങുകയാണ്. പിന്നെന്ത് സംഭവിച്ചു? ആ മറ പൂർണ്ണമായും ഇല്ലാതായി. അപ്പോൾ എന്തുണ്ടായി? വേട്ടനായ്ക്കൾ ആടിനെ കണ്ടു. അവര് തിരിച്ചുവന്നു, അതിനെ കൊന്നു. കണ്ടില്ലേ? സ്വന്തം പ്രവൃത്തിയുടെ ഫലം, സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. കഥയുടെ സാരമിതാണ്. ആരാണോ തനിക്ക് താങ്ങായതിനെ നശിപ്പിക്കുന്നത്, അവനും സമാനമായ ദുരന്തം നേരിടേണ്ടി വരും. എത്ര ശക്തമായൊരു വാചകമാണിതല്ലേ? നമ്മളെ താങ്ങി നിർത്തുന്നു ഒന്നിനെ നമ്മൾ തന്നെ നശിപ്പിച്ചാൽ നമ്മുടെ അവസാനവും ആ ആടിൻ്റേതുപോലെയായിരിക്കും. ശരി, അപ്പോ ഈ കഥ ഇവിടെ തീർന്നു. ഇനി നമുക്ക് ഈ ലളിതമായ കഥയിൽ നിന്ന് ഇന്നത്തെ ലോകത്തേക്ക്, നമ്മളിലേക്ക് വരാം. ഈ കഥയ്ക്ക് ഇന്നത്തെ മനുഷ്യനോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ കഥ ഒരു ആടിനെക്കുറിച്ച് മാത്രമുള്ളതാണോ? നിങ്ങൾക്കെന്താ തോന്നുന്നത്? തീർച്ചയായുമല്ല. ആ ആടിന്റെ സ്ഥാനത്ത് നമുക്ക് നമ്മളെ തന്നെ, അതായത് മനുഷ്യരാശിയെ തന്നെ നിർത്തി നോക്കാം. ആ ആടിന് ആ മുന്തിരിവള്ളി എങ്ങനെയായിരുന്നോ അതുപോലെയാണ് നമുക്ക് നമ്മുടെ പ്രകൃതി. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ശ്വാസമെടുക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം നമുക്ക് തരുന്നതാരാണ്? ഈ പ്രകൃതിയാണ്. ആ പ്രകൃതിയെയാണ് നമ്മൾ ആ ആടിനെപ്പോലെ അശ്രദ്ധമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ താങ്ങുകൾ, നമ്മുടെ രക്ഷാകവചങ്ങൾ ഏതൊക്കെയാണവ? മരങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ. ഇവയെല്ലാം നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. പക്ഷേ ഇവയെല്ലാം നശിപ്പിക്കുമ്പോൾ ആ ആട് ചെയ്ത അതേ വിഡ്ഢിത്തമല്ലേ നമ്മളും ചെയ്യുന്നത്? നമ്മുടെ രക്ഷാകവചം നമ്മൾ തന്നെ കീറിമുറിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലം എന്തായിരിക്കും? ആ ആടിനെ വേട്ടനായ്ക്കൾ പിടിച്ചില്ലേ? അതുപോലെ നമ്മുടെ പ്രവൃത്തികളുടെ ഫലങ്ങൾ നമ്മളെയും വേട്ടയാടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കാണുന്നില്ലേ പ്രകൃതി ദുരന്തങ്ങൾ? വെള്ളപ്പൊക്കം, വരൾച്ച, മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ, ഇതെല്ലാം നമ്മൾ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ കഥയും അതിലെ പാഠങ്ങളും നമ്മൾ കണ്ടു. ഇനി ഇത് അവസാനിപ്പിക്കുമ്പോൾ ഒരു അവസാന ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒന്നാണ്. ആ പാവമാടിന് അതിന്റെ അവസാനം തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല. പക്ഷേ നമുക്കിനിയും അവസരമുണ്ട്. നമ്മളെ താങ്ങി നിർത്തുന്ന ഈ പ്രകൃതിയെ സംരക്ഷിക്കണോ അതോ നശിപ്പിക്കണോ? നമ്മുടെ കഥയുടെ അവസാനം അത് നമ്മൾ എങ്ങനെയാണ് എഴുതാൻ പോകുന്നത്?